+1 ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും സ്വാഗതം. തെർമോഡൈനമിക്സിലെ റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ പ്രോസസ്സസ്, കാർനോട്ട്സ് എൻജിൻ, കാർനോട്ട്സ് തിയറം എന്നിവയുൾപ്പെടുന്ന അവസാന ഭാഗമാണ് ഇന്ന് പഠിക്കുന്നത്. സോ വാട്ട് ഈസ് എ റിവേഴ്സിബിൾ പ്രോസസ്? എ തെർമോഡൈനമിക് പ്രോസസ് ഈസ് റിവേഴ്സിബിൾ if the process can be turned back such that both the system and the surroundings return to their original states with no other change anywhere else in the universe. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. സിസ്റ്റം ഫൈനൽ സ്റ്റേറ്റിൽ നിന്ന് ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചെത്തുന്നു, പക്ഷേ സിസ്റ്റത്തിലോ സറൗണ്ടിങ്സിലോ യാതൊരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാകുന്നില്ല. ഒരു തെർമോഡൈനമിക് പ്രോസസ്സ് റിവേഴ്സിബിൾ പ്രോസസ്സ് ആകണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ദ പ്രോസസ് ഷുഡ് ബി ക്വാസി സ്റ്റാറ്റിക്. ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സുകളെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഇനീഷ്യൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ നിന്നും ഫൈനൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് സിസ്റ്റം എത്തുന്നത് ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഇക്വിലിബ്രിയം സ്റ്റേറ്റുകളിൽ കൂടിയാണ്. അങ്ങനെയുള്ള പ്രോസസ്സുകളെയാണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു തെർമോഡൈനമിക് പ്രോസസ്സ് റിവേഴ്സിബിൾ പ്രോസസ്സ് ആകണമെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ആ പ്രോസസ്സ് ക്വാസി സ്റ്റാറ്റിക് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എല്ലാ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സുകളും റിവേഴ്സിബിൾ പ്രോസസ്സ് ആകുമോ? അതിനുള്ള ഉത്തരമാണ് രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത്. ഈ പ്രോസസ്സ് നടക്കുമ്പോൾ ഡിസിപ്പേറ്റീവ് ഇഫക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിക്ഷൻ, വിസ്കോസിറ്റി പോലെയുള്ള ഡിസിപ്പേറ്റീവ് ഇഫക്റ്റുകളൊന്നും പാടില്ല. അങ്ങനെയാണെങ്കിൽ റിവേഴ്സിബിൾ പ്രോസസ്സിനുള്ള ഒരു ഉദാഹരണം എന്താണെന്ന് നോക്കാം. എ ക്വാസി സ്റ്റാറ്റിക് ഐസോതെർമൽ എക്സ്പാൻഷൻ ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് ഇൻ എ സിലിണ്ടർ ഫിറ്റഡ് വിത്ത് എ ഫ്രിക്ഷൻലെസ് മൂവബിൾ പിസ്റ്റൺ ഇസ് എ റിവേഴ്സിബിൾ പ്രോസസ്സ്. ഇപ്പോൾ പ്രോസസ്സ് ക്വാസി സ്റ്റാറ്റിക് ആണ്, അതുപോലെ ഡിസിപ്പേറ്റീവ് ഇഫക്ട്സിനെ ഒഴിവാക്കാനായിട്ട് ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രോസസ്സ് ഐഡിയൽ റിവേഴ്സിബിൾ പ്രോസസ്സിന് എക്സാമ്പിളായിട്ട് പറയാം. പക്ഷേ പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ ഒരു ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് നടത്തുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. അതുപോലെ തന്നെ മിക്കവാറും എല്ലാ പ്രോസസ്സുകളിലും ഫ്രിക്ഷൻ, വിസ്കോസിറ്റി തുടങ്ങിയിട്ടുള്ള ഡിസിപ്പേറ്റീവ് ഇഫക്ട്സുകൾ ഉണ്ടായിരിക്കും. ഡിസിപ്പേറ്റീവ് ഇഫക്ട്സിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്ന് പറയുന്നതും വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദ പ്രോസസ് ദാറ്റ് വി ഡീൽ വിത്ത് ആർ ഇർറിവേഴ്സിബിൾ. ദേ ആർ നോട്ട് റിവേഴ്സിബിൾ. സോ എ റിവേഴ്സിബിൾ പ്രോസസ് ഈസ് എൻ ഐഡിയലൈസ്ഡ് നോഷൻ. ദ സ്പോണ്ടേനിയസ് പ്രോസസ് ഓഫ് നേച്ചർ ആർ ഓൾ ഇർറിവേഴ്സിബിൾ. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ ലീക്ക് ചെയ്യുന്നു, അതിൽ നിന്ന് ഗ്യാസ് മോളിക്യൂൾസ് ഡിഫ്യൂസ് ചെയ്ത് റൂമിലേക്ക് പോകുന്നു. ആ പ്രോസസ്സിൻ്റെ റിവേഴ്സ് പോസിബിൾ ആണോ? തിരിച്ച് ഗ്യാസ് മോളിക്യൂൾസിനെ നമുക്ക് സിലിണ്ടറിലേക്ക് കയറ്റുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പറ്റാത്ത കാര്യമാണ്. ഇറ്റ് ഈസ് എൻ റിവേഴ്സിബിൾ പ്രോസസ്സ്. അപ്പോൾ ചില പ്രോസസ്സുകൾ സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്നു, അതേസമയം ചില പ്രോസസ്സുകൾ നടക്കുന്നില്ല. ഇതെന്തുകൊണ്ടായിരിക്കും? ദ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് നേച്ചർ ഡിറ്റർമിൻസ് വെദർ എ പ്രോസസ് ഈസ് സ്പോണ്ടേനിയസ് ഓർ നോട്ട് സ്പോണ്ടേനിയസ്. ആ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് നേച്ചർ എന്ന് പറയുന്നതാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനമിക്സ്. അപ്പോൾ ഒരു ഐഡിയൽ റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഹൈപ്പോത്തറ്റിക്കൽ കൺസ്ട്രക്റ്റാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. ചില പ്രോസസ്സുകളെ നമുക്ക് റിവേഴ്സിബിൾ പ്രോസസ്സുകളായി ഐഡിയലൈസ് ചെയ്യാം. കാരണം ഒരു പെർഫെക്റ്റ് റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത് വെരി ഡിഫിക്കൽട്ട് ടു ടേക്ക് പ്ലേസ്. അതായത് ഫ്രിക്ഷൻ ഇല്ലാത്ത മൂവ്മെൻറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ റിവേഴ്സിബിൾ പ്രോസസ്സ്. അതുപോലെ റീസ്ട്രെയിൻഡ് കംപ്രഷൻ ഓർ എക്സ്പാൻഷൻ ഓഫ് എ സ്പ്രിങ് നമുക്കൊരു റിവേഴ്സിബിൾ പ്രോസസ്സായിട്ട് പരിഗണിക്കാവുന്നതാണ്. അതുപോലെ സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് മാത്രമാണുള്ളത്. അതിനിടയിൽ നടക്കുന്ന എനർജി ട്രാൻസ്ഫർ ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ റിവേഴ്സിബിൾ പ്രോസസ്. എന്തുകൊണ്ടാണ് ഈ റിവേഴ്സിബിലിറ്റി തെർമോഡൈനമിക്സിലെ ഇത്രയും ഒരു ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റായിട്ട് മാറുന്നേ നമുക്ക് നോക്കാം. തെർമോഡൈനമിക്സിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസേൺ എന്ന് പറയുന്നത് എത്രയും എഫിഷ്യൻ്റായിട്ട് ഹീറ്റ് എനർജീനെ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നതാണ്. പക്ഷേ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനമിക്സ് അനുസരിച്ച് 100% എഫിഷ്യൻസി ഉള്ള ഒരു പെർഫെക്റ്റ് ഹീറ്റ് എൻജിൻ നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ മാക്സിമം എഫിഷ്യൻസിയിൽ എങ്ങനെ ഒരു ഹീറ്റ് എൻജിൻ കൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും? അപ്പോൾ രണ്ട് ചോദ്യങ്ങളാണ് അന്നത്തെ ഫിസിസിസ്റ്റുകളുടെയും എൻജിനീയേഴ്സിൻ്റെയും ഉറക്കം കെടുത്തിയത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വാട്ട് ഈസ് ദ മാക്സിമം എഫിഷ്യൻസി പോസിബിൾ ഫോർ എ ഹീറ്റ് എൻജിൻ ഓപ്പറേറ്റിംഗ് ബിറ്റ്വീൻ ദ ടു റിസർവോയേഴ്സ്? ഇപ്പോൾ രണ്ട് റിസർവോയർ എന്ന് പറയാനായിട്ട് കാരണം എന്തായിരിക്കും? സെക്കൻഡ് ലോ തന്നെയാണ്. സെക്കൻഡ് ലോ പറഞ്ഞിട്ടുണ്ട് ഒരു റിസർവോയറിൽ നിന്നും ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്ത് അതിനെ പൂർണ്ണമായിട്ടും വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. സെക്കൻഡ് ലോ കെൽവിൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്.
അപ്പോൾ രണ്ട് ബോഡീസ് വേണം. അപ്പോൾ നമുക്ക് ഹീറ്റ് റിജക്റ്റ് ചെയ്യേണ്ടി വേണം. അപ്പോൾ ഹീറ്റ് എനർജി പൂർണ്ണമായിട്ടും വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല എങ്കിൽ കുറച്ച് ഹീറ്റ് എനർജി നമുക്ക് റിജക്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരും. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കണമെങ്കിൽ എന്തുണ്ടാവണം? രണ്ട് ബോഡീസിനിടയിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവണം. അപ്പോൾ മിനിമമാണ് രണ്ട് ബോഡീസ് പറഞ്ഞത്, രണ്ടോ അതിലധികമോ ആവാം. അപ്പോൾ പ്രാക്ടിക്കലി നമ്മൾ എഫിഷ്യൻ്റായിട്ടൊരു എഞ്ചിൻ ഉണ്ടാക്കുകയാണെങ്കിൽ രണ്ട് ടെമ്പറേച്ചർ സോഴ്സുകൾ അതിനിടയിൽ പ്രവർത്തിക്കുന്ന എൻജിൻ. അപ്പോൾ അങ്ങനെ ഒരു എൻജിൻ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുകയാണെങ്കിൽ എത്രയായിരിക്കും മാക്സിമം എഫിഷ്യൻസി സാധ്യമാകുന്നത്? അതായിരുന്നു ആദ്യത്തെ ചോദ്യം. ഈ രണ്ടാമതായിട്ട്, വാട്ട് സൈക്കിൾ ഓഫ് പ്രോസസ് ഷുഡ് ബി അഡോപ്റ്റഡ് ടു അച്ചീവ് ദ മാക്സിമം എഫിഷ്യൻസി? അപ്പോൾ മാക്സിമം എഫിഷ്യൻ്റ് ആവണം എൻജിൻ. അങ്ങനെ ആകണമെങ്കിൽ ഏത് സൈക്കിളാണ് നമ്മളവിടെ നടത്തേണ്ടത്? സൈക്ലിക് പ്രോസസ്സിനാണ് മാക്സിമം ഹീറ്റിനെ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ രണ്ട് ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം കണ്ടെത്തിയത് 1824 ഫ്രഞ്ച് എഞ്ചിനീയറായ സാഡി കാർനോട്ടാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ ഷുഡ് ബേസ്ഡ് ഓൺ ഐഡിയലൈസ്ഡ് റിവേഴ്സിബിൾ പ്രോസസ്സസ് ഇൻ ഓർഡർ ടു അച്ചീവ് ദ ഹയസ്റ്റ് എഫിഷ്യൻസി പോസിബിൾ. അപ്പോൾ സാഡി കാർനോട്ടിൻ്റെ കാർനോട്ട്സ് എൻജിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് അതൊരു ഐഡിയൽ എൻജിനാണ്. നമുക്കത് പ്രാക്ടിക്കലി കൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കാത്തൊരു എൻജിനാണ്. രണ്ടാമതായിട്ട്, ഇറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് ബിറ്റ്വീൻ ടു ടെമ്പറേച്ചേഴ്സ്. മൂന്നാമതായിട്ട്, ദിസ് എൻജിൻ ടു ബി എ റിവേഴ്സിബിൾ എൻജിൻ. കാരണം ഇറിവേഴ്സിബിലിറ്റി വന്നിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും? ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡിസിപ്പേറ്റീവ് ഇഫക്ട്സ് അല്ലേ? അങ്ങനെ വരുമ്പോൾ ഇറ്റ് ലോവേഴ്സ് ദ എഫിഷ്യൻസി ഓഫ് ദി എൻജിൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, ദ വർക്കിംഗ് സബ്സ്റ്റൻസ് ഓഫ് എ ഹീറ്റ് എൻജിൻ absorbs certain amount of heat energy from a hot reservoir and it does work and rejects the remaining heat energy to the cold reservoir. അപ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ നടക്കാനുണ്ട്. ഹീറ്റ് അബ്സോർബ് ചെയ്യണം, ഹീറ്റ് റിജക്റ്റ് ചെയ്യണം. അപ്പോൾ ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോഴും റിജക്റ്റ് ചെയ്യുമ്പോഴും നടക്കേണ്ട തെർമോഡൈനമിക് പ്രോസസ്സുകൾ എങ്ങനെയായിരിക്കണം എന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. കാർനോട്ടിൻ്റെ അഭിപ്രായത്തിൽ ദ പ്രോസസ് ഷുഡ് ബി റിവേഴ്സിബിൾ ആകണമെങ്കിൽ ദ പ്രോസസ് ഷുഡ് ബി ക്വാസിസ്റ്റാറ്റിക്. അപ്പോൾ ക്വാസിസ്റ്റാറ്റിക് ആകണമെങ്കിൽ നമ്മൾ ഒരു കണ്ടീഷൻ കണ്ടിരുന്നു, സിസ്റ്റവും സോഴ്സും അല്ലെങ്കിൽ സറൗണ്ടിങ്സും തമ്മിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് വളരെ കുറവായിരിക്കണം. അപ്പോൾ ഹോട്ട് ബോഡിയിലും കോൾഡ് ബോഡിയിലും നമ്മുടെ സിസ്റ്റം ഇരിക്കുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഈ സമയത്ത് സിസ്റ്റത്തിൻ്റെയും അതുപോലെ റിസർവോയേഴ്സിൻ്റെയും ടെമ്പറേച്ചർ തമ്മിൽ വലിയ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ആ പ്രോസസ്സ് ക്വാസിസ്റ്റാറ്റിക് ആവില്ല, അതോടൊപ്പം തന്നെ റിവേഴ്സിബിൾ പ്രോസസ്സും ആവില്ല. അപ്പോൾ അതുകൊണ്ട് സിസ്റ്റത്തിൻ്റെയും റിസർവോയേഴ്സിൻ്റെയും ടെമ്പറേച്ചറിൽ വ്യത്യാസമില്ലാത്ത രീതിയിലാണ് ആ പ്രോസസ്സ് നടക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു സംശയവും കൂടാതെ പറയാൻ സാധിക്കും, ഇത് നടക്കുന്നത് ഏത് തരം പ്രോസസ്സുകളിലാണ്? ഐസോതെർമൽ പ്രോസസ്സുകളിലാണ്. ഇപ്പോൾ ഹീറ്റ് എഞ്ചിനിലെ രണ്ട് പ്രധാനപ്പെട്ട പ്രോസസ്സായ ഹീറ്റ് അബ്സോർപ്ഷനും ഹീറ്റ് റിജക്ഷനും നടക്കേണ്ടത് ഐസോതെർമലിയാണ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഹോട്ട് റിസർവോയറിൻ്റെ ടെമ്പറേച്ചർ T1 കെൽവിനും കോൾഡ് റിസർവോയറിൻ്റെ ടെമ്പറേച്ചർ T2 കെൽവിനുമാണ്. അപ്പോൾ T1 കെൽവിനിൽ നിന്ന് T2 കെൽവിനിലേക്ക് സിസ്റ്റത്തിനെ ഏത് പ്രോസസ്സിൽ കൂടി എത്തിക്കാനായിട്ട് സാധിക്കും? അപ്പോൾ T2വിൽ നിന്ന് തിരിച്ച് T1ലേക്കും സിസ്റ്റത്തിനെ എത്തിക്കണം. അപ്പോൾ രണ്ട് പ്രോസസ്സുകൾ കൂടി ഇവിടെ ആവശ്യം വരും. അപ്പോൾ ഏത് പ്രോസസ്സുകളാണ് അതിന് ഏറ്റവും അനുയോജ്യമായത്? ഈ രണ്ട് പ്രോസസ്സുകളും ക്വാസിസ്റ്റാറ്റിക് പ്രോസസ്സുകളാവണം. അപ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ വളരെ മൈന്യൂട്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഐസോബാറിക്കോ ഐസോകോറിക് പ്രോസസ്സുകൾ നമ്മൾ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ T1 കെൽവിനും T2 കെൽവിനും ഇടയിൽ എ നമ്പർ ഓഫ് റിസർവോയേഴ്സ് നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. പക്ഷേ നമുക്ക് രണ്ട് ഹീറ്റ് റിസർവോയേഴ്സാണ് ഇവിടെ ആവശ്യമുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് റിവേഴ്സിബിൾ അഡിയാബാറ്റിക് പ്രോസസ്സുകളാണ്. ഒരു കാർനോട്ട് എഞ്ചിനിലെ 4 തെർമോഡൈനമിക് പ്രോസസ്സുകൾ നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്തു. ആദ്യമായിട്ട്, heat should be absorbed from the hot reservoir which is kept at temperature T1 Kelvin isothermally. ഹീറ്റ് അബ്സോർബ് ചെയ്യുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ പ്രോസസ്സ് എന്തായിരിക്കും? ഇറ്റ് ഈസ് എൻ എക്സ്പാൻഷൻ പ്രോസസ്സ്. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഐസോതെർമൽ എക്സ്പാൻഷനാണ്. ഇനി രണ്ടാമതായിട്ട്, ടേക്ക് ദ സിസ്റ്റം ഫ്രം ദ സോഴ്സ് ടെമ്പറേച്ചർ T1 Kelvin ടു സിങ്ക് ടെമ്പറേച്ചർ T2 Kelvin അഡിയാബാറ്റിക്കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഈസ് എൻ എക്സ്പാൻഷൻ പ്രോസസ്സ്. ഇപ്പോൾ രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് അഡിയാബാറ്റിക് എക്സ്പാൻഷനാണ്. ഇനി മൂന്നാമതായിട്ട്, ഹീറ്റ് ഷുഡ് ബി റിലീസ്ഡ് ടു ദ കോൾഡ് റിസർവോയർ കെപ്റ്റ് അറ്റ് T2 Kelvin ഐസോതെർമലി.
കോൾഡ് റിസർവോയറിലേക്ക് ഹീറ്റ് റിലീസ് ചെയ്യാണ്, ഐസോതെർമലി റിലീസ് ചെയ്യാണ്. അങ്ങനെ റിലീസ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് പ്രോസസ്സാണ് അവിടെ നടക്കുന്നുണ്ടാവുക? കംപ്രഷൻ പ്രോസസ്സ്. നാലാമതായിട്ട് ടേക്ക് ദ സിസ്റ്റം ഫ്രം ദ സിങ്ക് ടെമ്പറേച്ചർ T2 കെൽവിൻ ടു സോഴ്സ് ടെമ്പറേച്ചർ T1 കെൽവിൻ അഡിയാബാറ്റിക്കലി. അപ്പോൾ സിങ്ക് ടെമ്പറേച്ചർ ലോവർ ആണ്, അതേസമയം സോഴ്സ് ടെമ്പറേച്ചർ ആണ് ഹയർ. ഇറ്റ് ഷുഡ് ബി എ കംപ്രഷൻ. ഇതാണ് കാർനോട്ട് പ്രഡിക്റ്റ് ചെയ്ത 4 പ്രോസസ്സുകൾ. ഐസോതെർമൽ എക്സ്പാൻഷൻ ഫോളോഡ് ബൈ എൻ അഡിയാബാറ്റിക്കൽ എക്സ്പാൻഷൻ, ദെൻ ഐസോതെർമൽ കംപ്രഷൻ, ഫൈനലി അഡിയാബാറ്റിക് കംപ്രഷൻ. ഈ പ്രോസസ്സുകൾ റിയലൈസ് ചെയ്യാനായിട്ട് ഒരു എൻജിൻ വേണം. ആ എൻജിൻ്റെ ഡിഫറെൻറ്റ് പാർട്സാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് പാർട്സ് ഓഫ് എ കാർനോട്ട്സ് എൻജിൻ. ആദ്യമായിട്ട് ഹോട്ട് റിസർവോയർ, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സോഴ്സ്, വിച്ച് ഈസ് കെപ്റ്റ് അറ്റ് എ ഹയർ ടെമ്പറേച്ചർ T1 കെൽവിൻ. രണ്ടാമതായിട്ട് ഒരു കോൾഡ് റിസർവോയർ, ഓൾസോ കോൾഡ് സിങ്ക്, വിച്ച് ഈസ് കെപ്റ്റ് അറ്റ് എ ലോവർ ടെമ്പറേച്ചർ T2 കെൽവിൻ. മൂന്നാമതായിട്ട് വളരെ പ്രധാനപ്പെട്ട വർക്കിംഗ് സബ്സ്റ്റൻസ്. സ്റ്റേറ്റ് ഇക്വേഷൻ ഐഡിയൽ ഗ്യാസിൻ്റെ വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും എന്നതുകൊണ്ട് ഐഡിയൽ ഗ്യാസാണ് നമ്മൾ വർക്കിംഗ് സബ്സ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ വർക്കിംഗ് സബ്സ്റ്റൻസ് എടുത്തിരിക്കുന്നത് ഒരു സിലിണ്ടറിലാണ്. ഇറ്റ് ഈസ് ഫിറ്റഡ് വിത്ത് എ ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ. ഇനി പിസ്റ്റണും സിലിണ്ടറും ഉണ്ടാക്കിയിരിക്കുന്നത് ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിലാണ്. അതിൽ സിലിണ്ടറിൻ്റെ ബോട്ടം സൈഡ് മാത്രം പെർഫെക്റ്റ്ലി ഡയാതെർമിക് ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഒരു കാർനോട്ട് സൈക്കിൾ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ പ്ലേസ് ദ സിലിണ്ടർ ഓൺ ദി സോഴ്സ്. അപ്പോൾ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ത് ചെയ്യും? സോഴ്സിൽ നിന്ന് ഹീറ്റ് എനർജി Q1 അബ്സോർബ് ചെയ്യുന്നു ആൻഡ് ഇറ്റ് എക്സ്പാൻഡ്സ് ഐസോതെർമലി. കാരണം ഇവിടെ സോഴ്സിൻ്റെ ടെമ്പറേച്ചർ T1 കെൽവിൻ ആയതുകൊണ്ട് വർക്കിംഗ് സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചറും ത്രൂ ഔട്ട് ദ പ്രോസസ് T1 കെൽവിൻ ആയിരിക്കും. അപ്പോൾ ഇനീഷ്യലി വർക്കിംഗ് സബ്സ്റ്റൻസിൻ്റെ സ്റ്റേറ്റ് വേരിയബിൾസ് P1 V1 T1 ആണെങ്കിൽ ആഫ്റ്റർ ദി ഐസോതെർമൽ എക്സ്പാൻഷൻ ദ സ്റ്റേറ്റ് വേരിയബിൾസ് ചേഞ്ചസ് ടു P2 V2 ആൻഡ് T1. എക്സ്പാൻഷനാണ് നടന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രഷർ കുറയുന്നു, വോളിയം കൂടുന്നു, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ഈ പ്രോസസ്സിൽ വർക്ക് ഈസ് ഡൺ ബൈ ദ ഗ്യാസ് ഓൺ ദി എൻവയോൺമെൻറ്റ്. അപ്പോൾ ഈ വർക്ക് ഡൺ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ ഡെറിവേഷനിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ എഴുതുന്നത് നോക്കാം. അപ്പോൾ വർക്ക് ഡൺ ഡ്യൂറിങ് ദ പ്രോസസ് എത്രയാണ്? W122 ഈക്വൽ ടു μr T1 log ഓഫ് V2 ഡിവൈഡഡ് ബൈ V1. ഇവിടെ V2 ഫൈനൽ വോളിയാണ്, V1 ഇനീഷ്യൽ വോളിയാണ്, T1 ആണ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. അപ്പോൾ ഐസോതെർമൽ പ്രോസസ്സിൽ ഇൻറ്റേർണൽ എനർജിക്ക്, സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജിക്ക് ഒരു മാറ്റമില്ലാത്തതുകൊണ്ട് ഹീറ്റ് അബ്സോർബ്ഡ് ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം. അപ്പോൾ അതുകൊണ്ട് ദിസ് വർക്ക് ഡൺ ഈക്വൽ ടു ഹീറ്റ് എനർജി അബ്സോർബ്ഡ് Q1 ഫ്രം ദി സോഴ്സ് ബൈ ദി വർക്കിംഗ് സബ്സ്റ്റൻസ്. അപ്പോൾ W12 എന്ന് പറയുന്നത് ഈക്വൽ ടു എന്തായിരിക്കും? Q1 ആയിരിക്കും. ഇനി ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രോസസ്സ് എക്സ്പാൻഷനാണ്, അപ്പോൾ V2 ഗ്രേറ്റർ ദാൻ V1 ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവാണ്. ഇപ്പോൾ പറഞ്ഞ ഐസോതെർമൽ എക്സ്പാൻഷൻ്റെ ഇൻഡിക്കേറ്റർ ഡയഗ്രമാണ് നമ്മൾ പിക്ചറിൽ കാണുന്നത്. ഇനീഷ്യൽ സ്റ്റേറ്റ് വാരിയബിൾസ് P1 V1 T1ൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റ് വാരിയബിൾസ് P2 V2 T1ലേക്ക് സിസ്റ്റം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി സെക്കൻഡ് പ്രോസസ്സ്. പ്ലേസ് ദ സിലിണ്ടർ ഓൺ ദ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് ആൻഡ് അലൗ ടു എക്സ്പാൻഡ് ഫെർദർ. സിലിണ്ടറിനെ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിലേക്ക് വയ്ക്കുന്നു, വീണ്ടും അതിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് അനുവദിക്കുകയാണ് സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ T2 കെൽവിനിലേക്ക് എത്തുന്നത് വരെ. അപ്പോൾ ഇവിടെ ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ലാത്ത എക്സ്പാൻഷനാണ് നടന്നിരിക്കുന്നത്. അതായത് റിവേഴ്സിബിൾ അഡിയാബാറ്റിക് എക്സ്പാൻഷനാണ് രണ്ടാമതായിട്ട് സംഭവിച്ചിട്ടുള്ളത്. ഇനീഷ്യൽ സ്റ്റേറ്റ് വാരിയബിൾസ് P2 V2 T1 ആയിരുന്നു. ആഫ്റ്റർ ദി അഡിയാബാറ്റിക് എക്സ്പാൻഷൻ ദി സ്റ്റേറ്റ് വാരിയബിൾസ് റീച്ചസ് ടു P3 V3 ആൻഡ് T2. പ്രഷർ വീണ്ടും ഡിക്രീസ് ചെയ്തു, വോളിയം വീണ്ടും ഇൻക്രീസ് ചെയ്തു, ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്ത് T2ലേക്ക് എത്തി. കാരണം നമുക്കറിയാം അഡിയാബാറ്റിക് എക്സ്പാൻഷനിൽ എക്സ്പാൻഷൻ നടക്കുന്നത് സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജിയുടെ എക്സ്പെൻസിലാണ്. അപ്പോൾ ഇവിടെയും എക്സ്പാൻഷനാണ് നടന്നിരിക്കുന്നത്. വർക്ക് ഈസ് ഡൺ ബൈ ദ ഗ്യാസ്. അപ്പോൾ W23 ഈക്വൽ ടു μr ഇൻറ്റു T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷനാണ്. ഇവിടെ T1 എന്ന് പറയുന്നത് ഇനീഷ്യൽ ടെമ്പറേച്ചറും T2 ഫൈനൽ ടെമ്പറേച്ചറുമാണ്. അപ്പോൾ എക്സ്പാൻഷൻ ആണെങ്കിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. നമുക്കിവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഗാമ ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1, അപ്പോൾ ഗാമ മൈനസ് 1 എന്നുള്ളത് പോസിറ്റീവാണ്. ഇനി ന്യൂമറേറ്ററിൽ T1 ഗ്രേറ്റർ ദാൻ T2, കാരണം T1 സോഴ്സ് ടെമ്പറേച്ചറും T2 സിങ്ക് ടെമ്പറേച്ചറുമാണ്.
അപ്പോൾ T1 greater than T2, that is T1 minus T2 is positive. So definitely this work done is positive. ഈ അഡിയാബാറ്റിക് പ്രോസസ്സിൽ ഹീറ്റ് എക്സ്ചേഞ്ച് സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ നടക്കുന്നില്ല. ഇനി അതിൻ്റെ ഇൻഡിക്കേറ്റർ ഡയഗ്രാമാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ അഡിയാബാറ്റിക് പ്രോസസ്സ് തുടങ്ങുന്നതിന് മുമ്പ് ഇനീഷ്യൽ സ്റ്റേറ്റ് വാരിയബിൾസ് ആർ P2, V2, T1. ആഫ്റ്റർ ദി അഡിയാബാറ്റിക് പ്രോസസ് ദ സിസ്റ്റം റീച്ചസ് ടു P3, V3 ആൻഡ് T2. അടുത്തതായിട്ട് സിലിണ്ടർ സിങ്കിൽ കൊണ്ടുവയ്ക്കുകയാണ്. എന്നിട്ട് ഐസോതെർമലി കംപ്രസ് ചെയ്യുന്നു. അപ്പോൾ സിങ്ക് ടെമ്പറേച്ചർ T2 കെൽവിനാണ്. അപ്പോൾ അഡിയാബാറ്റിക് പ്രോസസ്സ് വഴി സിസ്റ്റം T2 കെൽവിനിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഈ സിസ്റ്റത്തിനെയാണ് T2 കെൽവിനിലുള്ള സിങ്കിൽ വെച്ചിരിക്കുന്നത്. തുടർന്ന് ഐസോതെർമലി അതിനെ കംപ്രസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ടെമ്പറേച്ചറിൽ മാറ്റം ഉണ്ടാവുന്നില്ല, പക്ഷേ വോളിയം ഡിക്രീസ് ചെയ്യുന്നു, പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ജനറേറ്റ് ചെയ്യപ്പെട്ട ഹീറ്റ് എനർജി വിൽ ബി ട്രാൻസ്ഫേർഡ് ടു ദി സിങ്ക്. അപ്പോൾ Q2 എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജിയാണ് സിങ്കിലേക്ക് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഐസോതെർമൽ കംപ്രഷനാണ്. സോ വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഡ്യൂറിങ് ദി പ്രോസസ്? W3 to 4 ഈക്വൽ ടു μR T2 log of V4 divided by V3. T2 ആണ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ പ്രോസസ് ടേക്സ് പ്ലേസ്. ഇനി V4 എന്ന് പറയുന്നത് ഫൈനൽ വോളിയവും V3 ഇനീഷ്യൽ വോളിയവുമാണ്. ഇതൊരു ഐസോതെർമൽ പ്രോസസ്സാണ്. ദർ ഈസ് നോ ചേഞ്ച് ഫോർ ദി ഇൻറ്റേർണൽ എനർജി ഓഫ് ദി സിസ്റ്റം. So according to first law of thermodynamics, this work done equal to heat energy released to the cold reservoir or sink. Here work is done on the gas by the environment. അങ്ങനെയാണെങ്കിൽ ഈ വർക്ക് ഡൺ എന്താവേണ്ടതാണ്? നെഗറ്റീവ് ആകേണ്ടതാണ്. നമുക്ക് ഇക്വേഷൻ നോക്കിയിട്ടൊന്ന് ചെക്ക് ചെയ്യാം. അതായത് V4 ഫൈനൽ വോളിയം ഇസ് ലെസ് ദാൻ ഇനീഷ്യൽ വോളിയം. കാരണം ആഫ്റ്റർ ദ കംപ്രഷൻ വോളിയം ഡിക്രീസ് ചെയ്യുകയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ V4 ലെസ് ദാൻ V3. അപ്പോൾ ലോഗ് ഓഫ് V4 ഡിവൈഡഡ് ബൈ V3 എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും W3 to 4 എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അപ്പോൾ ഈ പ്രോസസ്സിൻ്റെ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൽ ഇനീഷ്യൽ സ്റ്റേറ്റ് വാരിയബിൾസ് P3, V3, T2 ആയിരുന്നു. ആഫ്റ്റർ ദി ഐസോതെർമൽ കംപ്രഷൻ സ്റ്റേറ്റ് വാരിയബിൾ ചേഞ്ചസ് ടു P4, V4 ആൻഡ് T2. ഇനി അവസാനത്തെ പ്രോസസ്സാണ്, ഈ സൈക്കിളിലെ അവസാനത്തെ പ്രോസസ്സാണ്. അതിനുവേണ്ടി പ്ലേസ് ദ സിലിണ്ടർ ഓൺ ദ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് and compress adiabatically till the initial conditions achieved. അതായത് അഡിയാബാറ്റിക് കംപ്രഷനാണ് അവിടെ നടന്നത്. ഇനീഷ്യൽ സ്റ്റേറ്റ് വാരിയബിൾസ് P4, V4 ആൻഡ് T2 ആയിരുന്നു. തിരിച്ച് ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് എത്തുന്ന വരെയാണ് കംപ്രസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റേറ്റ് വാരിയബിൾസ് ഈ അഡിയാബാറ്റിക് കംപ്രഷന് ശേഷം സ്റ്റേറ്റ് വാരിയബിൾസ് എന്തായിട്ടുണ്ടാവും? P1, V1 ആൻഡ് T1. അപ്പോൾ ഈ പ്രോസസ്സിലെ വർക്ക് ഡൺ W4 to 1 ഈക്വൽ ടു μR ഇൻറ്റു T2 മൈനസ് T1 ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1. ഈ പ്രോസസ്സിലെ ഇനീഷ്യൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T2 ആണ്, ഫൈനൽ ടെമ്പറേച്ചർ T1 ആണ്. അപ്പോൾ ഇതാണ് വർക്ക് ഡണ്ണിനുള്ള എക്സ്പ്രഷൻ. അപ്പോൾ ഇവിടെയും വർക്ക് ഈസ് ഡൺ ഓൺ ദ ഗ്യാസ് ബൈ എൻ എക്സ്റ്റേണൽ ഏജൻസിയാണ്. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താവണം? നെഗറ്റീവ് ആകണം. നമുക്ക് ഇക്വേഷൻ വഴി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഗാമ ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1, അപ്പോൾ ഗാമ മൈനസ് 1 ഈസ് പോസിറ്റീവ്. ഇനി ന്യൂമറേറ്ററിൽ T2 മൈനസ് T1 ആണ് വന്നിരിക്കുന്നത്. T2 ലോവർ ടെമ്പറേച്ചറാണ്, സിങ്ക് ടെമ്പറേച്ചറാണ്. T1 സോഴ്സ് ടെമ്പറേച്ചറാണ്. അതുകൊണ്ട് തന്നെ T2 മൈനസ് T1 എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി എന്തായിരിക്കും? നെഗറ്റീവാണ്. അപ്പോൾ ഈ വർക്ക് ഡൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നെഗറ്റീവാണ്. ഇനി ഈ പ്രോസസ്സിൻ്റെ ഇൻഡിക്കേറ്റർ ഡയഗ്രാമാണ് കാണിച്ചിരിക്കുന്നത്. ഇനീഷ്യലി ഇതിൻ്റെ സ്റ്റേറ്റ് വാരിയബിൾസ് P4, V4 ആൻഡ് T2 ആയിരുന്നു. ആഫ്റ്റർ ദി അഡിയാബാറ്റിക് കംപ്രഷൻ സിസ്റ്റം റീച്ചസ് ടു P1, V1 ആൻഡ് T1. അപ്പോൾ നമ്മൾ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നാണ്. ഇപ്പോൾ ഈ നാലാമത്തെ പ്രോസസ്സ് വഴി നമ്മൾ തിരിച്ച് അതേ ഒറിജിനൽ കണ്ടീഷനിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി ഈ പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഓരോ പ്രോസസ്സിലും ഉള്ള വർക്ക് ഡൺ നമ്മൾ കണ്ടു. 2 വർക്ക് ഡൺസ് പോസിറ്റീവായിരുന്നു, 2 വർക്ക് ഡൺസ് നെഗറ്റീവാണ്. ഇനി ഇതിൻ്റെ നമ്മൾ നെറ്റ് വർക്ക് ഡൺ ഡ്യൂറിങ് ദ സൈക്കിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കും. സോ ദ ടോട്ടൽ വർക്ക് ഡൺ ഇൻ വൺ കംപ്ലീറ്റ് സൈക്കിൾ ഇസ് W ഈക്വൽ ടു W1 to 2 plus W2 to 3 plus W3 to 4 plus W4 to 1. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഈക്വൽ ടു μR T1 log of V2 divided by V1 plus μR T1 minus T2 divided by gamma minus 1 plus μR T2 log V4 divided by V3 plus μR T2 minus T1 divided by gamma minus 1. അപ്പോൾ ഈ ഇക്വേഷനിൽ
നമുക്ക് ഏതെങ്കിലും ടേം ഒരുപോലെ വരുന്നുണ്ടോ, ക്യാൻസൽ ചെയ്യാനുണ്ടോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് ടേമും ഫോർത്ത് ടേമും ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫോർത്ത് ടേമും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ എങ്ങനെയാണ് എഴുതുന്നത് നോക്കുക. μr T1 log V2 divided by V1 plus μr T1 minus T2 divided by gamma minus 1 plus μr T2 log V4 divided by V3 minus μr into T1 minus T2 divided by gamma minus 1. അപ്പോൾ സെക്കൻഡ് ആൻഡ് ഫോർത്ത് ടേംസ് ഗെറ്റ് ക്യാൻസൽഡ്. ബാക്കി നമുക്ക് വരുന്നത് μr T1 log of V2 divided by V1 plus μr T2 log V4 divided by V3 എന്നാണ് വരുന്നത്. അപ്പോൾ എഫിഷ്യൻസി നമുക്കറിയാം. എഫിഷ്യൻസി ഈറ്റ ഈക്വൽ ടു നെറ്റ് വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ഹീറ്റ് ഇൻപുട്ട്, ദറ്റ് ഈസ് W ഡിവൈഡഡ് ബൈ Q1. അപ്പോൾ W ആണ് നമ്മൾ കണ്ടുവച്ചിരിക്കുന്നത്. μr T1 log of V2 divided by V1 plus μr T2 log of V4 divided by V3 divided by heat absorbed from the source എന്ന് പറയുന്നത് ഈക്വൽ ടു വർക്ക് ഡൺ ഡ്യൂറിങ് ഐസോതെർമൽ എക്സ്പാൻഷൻ. അപ്പോൾ നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. μr T1 log V2 divided by V1 എന്ന് കൊടുത്തു. അപ്പോൾ എല്ലാ ടേമിലും μr ഉണ്ട്, നമ്മളതവിടെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് T1 log V2 divided by V1 plus T2 log V4 divided by V3 divided by T1 log V2 divided by V1 എന്നാണ്. അപ്പോൾ ഫസ്റ്റ് ടേമും അതുപോലെ ഡിനോമിനേറ്ററും ഒരുപോലെയാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഒന്ന് റെഡ്യൂസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ എഴുതാം. 1 പ്ലസ് T2 log V4 divided by V3 divided by T1 log V2 divided by V1. അപ്പോൾ ഈ ഇക്വേഷനിൽ തീർച്ചയായിട്ടും നമുക്കറിയാം V4 എന്ന് പറയുന്നത് ലെസ് ദാൻ V3 ആണ്. അപ്പോൾ അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പോവാണ്. അതായത് log A by B എന്ന് പറയുന്നതിന് തുല്യമാണ് മൈനസ് log B by A. അപ്പോൾ അതനുസരിച്ച് ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. ദറ്റ് ഈസ് എഫിഷ്യൻസി ഈറ്റ ഈക്വൽ ടു 1 മൈനസ് T2 log V3 divided by V4 divided by T1 log V2 divided by V1. അടുത്തതായിട്ട് ഇനി ഈ ഇക്വേഷന് ഇനി എങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. സെക്കൻഡ് പ്രോസസ്സ്, അതായത് സ്റ്റെപ്പ് 2 to 3 ഇസ് എൻ അഡിയാബാറ്റിക് പ്രോസസ്സ് അല്ലേ. അഡിയാബാറ്റിക് എക്സ്പാൻഷൻ ആയിരുന്നു. അപ്പോൾ നമുക്ക് അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ സ്റ്റേറ്റ് ഇക്വേഷൻ 3 രീതിയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ടെമ്പറേച്ചറും വോളിയവും തമ്മിൽ വരുന്ന റിലേഷനാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് അഡിയാബാറ്റിക് ഇക്വേഷനാണ് ഞാൻ അവിടെ എഴുതുന്നത്. T1 V2 raised to gamma minus 1 equal to T2 V3 raised to gamma minus 1. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ V2 divided by V3 whole raised to gamma minus 1 equal to T2 divided by T1. അതുപോലെ തന്നെ ഫോർത്ത് പ്രോസസ്സ്, ദാറ്റ് ഈസ് 4 to 1 എന്നുള്ള പ്രോസസ്സും അഡിയാബാറ്റിക് പ്രോസസ്സാണ്. ഇറ്റ് ഈസ് എ അഡിയാബാറ്റിക് കംപ്രഷൻ. അപ്പോൾ നമ്മൾ അഡിയാബാറ്റിക് ഇക്വേഷൻ അവിടെ കൊടുക്കുകയാണെങ്കിൽ T2 V4 raised to gamma minus 1 equal to T1 V1 raised to gamma minus 1. On rearranging, T2 divided by T1 equal to V1 divided by V4 raised to gamma minus 1. അപ്പോൾ ഇക്വേഷൻ 1ലും ഇക്വേഷൻ 2ലെയും ഒരു സൈഡ് തുല്യമാണ്. അപ്പോൾ നമുക്ക് അതർ സൈഡ്സിനെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? V2 divided by V3 raised to gamma minus 1 equal to V1 divided by V4 raised to gamma minus 1. അപ്പോൾ രണ്ട് സൈഡിലും ആ പവേഴ്സ് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ഇക്വേഷൻ V2 divided by V3 equal to V1 divided by V4 or V2 divided by V1 equal to V3 divided by V4 എന്ന് വരുന്നു. ഇനി തിരിച്ച് നമ്മൾ എഫിഷ്യൻസിയുടെ ഇക്വേഷനിലേക്ക് നോക്കുകയാണ്. അപ്പോൾ 1 minus T2 log V3 by V4 divided by T1 log V2 divided by V1 ആണ്. അപ്പോൾ V2 by V1 തന്നെയാണ് V3 divided by V4. അപ്പോൾ log of V3 by V4ഉം log of V2 by V1ഉം ക്യാൻസൽ ചെയ്ത് കളയാം. ഫൈനലി നമ്മുടെ ഇക്വേഷൻ ഈറ്റ ഈക്വൽ ടു 1 മൈനസ് T2 ഡിവൈഡഡ് ബൈ T1. ഇപ്പോൾ ഈ ഇക്വേഷനിൽ എഫിഷ്യൻസി ഓഫ് ദ ഹീറ്റ് എഞ്ചിൻ, റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ, ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി സോഴ്സ് ആൻഡ് സിങ്ക് ടെമ്പറേച്ചേഴ്സ്, നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി നേച്ചർ ഓഫ് ദി വർക്കിംഗ് സബ്സ്റ്റൻസ് യൂസ്ഡ്. ഇനി ഇതേ അറേഞ്ച്മെൻറ്റ് തന്നെ നമ്മൾ പരിഗണിക്കുന്നു. പക്ഷേ സിസ്റ്റം Q2 എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി കോൾഡ് റിസർവോയറിൽ നിന്നും ഒരു എക്സ്റ്റേണൽ വർക്ക് Wവിൻ്റെ സഹായത്താൽ അബ്സോർബ് ചെയ്ത് Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ഹോട്ട് റിസർവോയറിലേക്ക് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഈ അറേഞ്ച്മെൻറ്റിന് എന്ത് പറയും? റിവേഴ്സിബിൾ റെഫ്രിജറേറ്റർ എന്ന് പറയാം. റെഫ്രിജറേറ്ററിൻ്റെ എഫിഷ്യൻസി നമ്മൾ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത് കൊയിഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസിലാണ്.
that is coefficient of performance alpha equal to Q2 divided by Q1 minus Q2. പക്ഷേ ഒരു റിവേഴ്സിബിൾ റെഫ്രിജറേറ്റർ ആണെങ്കിൽ നമുക്ക് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജീനെ ഡയറക്റ്റായിട്ട് ടെമ്പറേച്ചറിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? T2 ഡിവൈഡഡ് ബൈ T1 മൈനസ് T2. അതുപോലെ തന്നെ ഒരു റിവേഴ്സിബിൾ ഹീറ്റ് പമ്പ് ആണെങ്കിലോ കോയിഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് ക്യാൻ ബി റിട്ടൺ ആസ് T1 ഡിവൈഡഡ് ബൈ T1 മൈനസ് T2. ഒരു റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ ആണെങ്കിൽ എഫിഷ്യൻസി ക്യാൻ ബി റിട്ടൺ ഈറ്റ ഈക്വൽ ടു 1 മൈനസ് T2 ഡിവൈഡഡ് ബൈ T1 ഇൻസ്റ്റഡ് ഓഫ് 1 മൈനസ് Q2 ഡിവൈഡഡ് ബൈ Q1. എഫിഷ്യൻസി മാക്സിമം ആകുന്നത് ഒന്നുകിൽ T2 ഈക്വൽ ടു 0 കെൽവിൻ ആകുമ്പോൾ അല്ലെങ്കിൽ T1 ഈക്വൽ ടു ഇൻഫിനിറ്റി ആകുമ്പോഴാണ്. പക്ഷേ 0 കെൽവിൻ അല്ലെങ്കിൽ അബ്സല്യൂട്ട് 0 എന്നത് നമുക്ക് ഇതുവരെ എത്തിച്ചേരാൻ സാധിക്കാത്ത ടെമ്പറേച്ചറാണ്. അതുകൊണ്ട് തന്നെ T2 0 കെൽവിൻ ആകുക എന്നുള്ളൊരു കണ്ടീഷൻ നമുക്ക് സാധ്യമല്ല. അതുപോലെ തന്നെ T1 ഈക്വൽ ടു ഇൻഫിനിറ്റി ആകുകയാണെങ്കിൽ ഇൻഫിനിറ്റ് ടെമ്പറേച്ചറുള്ള ഒരു സോഴ്സ് തയ്യാറാക്കേണ്ടതായിട്ട് വരും. ഇതും പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ട് ഐഡിയൽ എഞ്ചിനായ കാർനോട്ട് എഞ്ചിന് പോലും 100% എഫിഷ്യൻസി സാധ്യമല്ല. അടുത്തതായിട്ട് കാർനോട്ട്സ് തിയറം എന്താണെന്ന് നോക്കാം. 2 പ്രപ്പോസൽസ് ആണ് കാർനോട്ട് വെച്ചത് അദ്ദേഹത്തിൻ്റെ സ്റ്റഡീസിൽ നിന്ന്. ഇത് ജനറലി കാർനോട്ട്സ് തിയറം എന്ന് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യം എന്താണെന്ന് നോക്കാം. വർക്കിംഗ് ബിറ്റ്വീൻ 2 given temperatures T1 and T2 of the hot and cold reservoirs respectively, no engine can have efficiency more than that of the Carnot engine. അപ്പോൾ 2 ടെമ്പറേച്ചേഴ്സിനിടയിൽ വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനും കാർനോട്ട് എഞ്ചിനേക്കാൾ കൂടുതൽ എഫിഷ്യൻസി ഉണ്ടാകത്തില്ല. ഈ രണ്ടാമതായിട്ട് പറയുന്നത് the efficiency of a Carnot engine is independent of nature of the working substance. വർക്കിംഗ് സബ്സ്റ്റൻസ് ആയിട്ട് നമ്മൾ എടുത്തത് ഐഡിയൽ ഗ്യാസ് ആയിരുന്നുവെങ്കിലും ഐഡിയൽ ഗ്യാസിന് പകരം ഏത് ഗ്യാസ് ഉപയോഗിച്ച് കഴിഞ്ഞാലും ഈ റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസിയിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. കാരണം ഒരു റിവേഴ്സിബിൾ കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓൺലി ഓൺ ദി ടെമ്പറേച്ചേഴ്സ് ഓഫ് ദി ഹോട്ട് ആൻഡ് കോൾഡ് റിസർവോയേഴ്സ്. ചെറിയൊരു ന്യൂമറിക്കൽ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. ബേസ്ഡ് ഓൺ ദി ഗ്രാഫ് ബിലോ വാട്ട് ഈസ് എഫിഷ്യൻസി ഓഫ് ദി കാർനോട്ട് എഞ്ചിൻ? ഒരു ഇൻഡിക്കേറ്റർ ഡയഗ്രാം നമുക്ക് തന്നിട്ടുണ്ട്. ഒരു സൈക്ലിക് പ്രോസസ്സാണ്. ഇവിടെ വർക്കിംഗ് ടെമ്പറേച്ചേഴ്സ് ആർ ഗിവൺ ആസ് 500 കെൽവിൻ ആൻഡ് 350 കെൽവിൻ. അതായത് സോഴ്സ് ടെമ്പറേച്ചർ T1 ഈക്വൽ ടു 500 കെൽവിൻ ആൻഡ് സിങ്ക് ടെമ്പറേച്ചർ T2 ഈക്വൽ ടു 350 കെൽവിൻ. വി ഹാവ് ടു കാൽക്കുലേറ്റ് ദി എഫിഷ്യൻസി. യു നോ ദാറ്റ് ഈറ്റ ഈക്വൽ ടു 1 minus T2 divided by T1 or T1 minus T2 divided by T1. On substituting 500 minus 350 divided by 500, that is 150 divided by 500 equal to 0.3. In terms of percentage, 0.3 into 100, that is equal to 30% efficiency. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ റിവേഴ്സിബിൾ ആൻഡ് റിവേഴ്സിബിൾ പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി. തെർമോഡൈനമിക്സിൽ റിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ പ്രസക്തി എന്താണെന്ന് കണ്ടു. ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാർനോട്ട് എഞ്ചിൻ്റെ പാർട്സും അതിൻ്റെ വർക്കിങ്ങും അതിൻ്റെ എഫിഷ്യൻസിയും ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തു. ഇനി തുടർന്ന് കാർനോട്ട് തിയറവും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതോടെ തെർമോഡൈനമിക്സ് എന്ന ചാപ്റ്റർ അവസാനിക്കുകയാണ്. താങ്ക് യു.